അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിൽ ഒരു പുതിയ അതിഥി കൂടി വന്നിട്ടുണ്ട്. അതിഥിയുടെ പേര് ശ്രീഹരി എന്നാണ് കേട്ടോ. ശ്രീഹരി ഇപ്പോൾ ഭരതനാട്യം പെർഫോമൻസ് കഴിഞ്ഞ് റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ശ്രീഹരി ഏത് ജില്ലയിൽ നിന്നാണ് വരുന്നത്? പാലക്കാട് ജില്ലയിൽ നിന്ന്. ഓ, അപ്പൊ സൂര്യയുടെ നാട്ടുകാരി കൂടെയാണ്. അപ്പൊ എനിക്ക് കുറച്ച് എക്സ്ട്രാ സ്പെഷ്യൽ ആണ് ശ്രീഹരി. ശ്രീഹരി എവിടെയാണ്? പാലക്കാട് എവിടെയാണ്? പറളി കല്ലേക്കാട്. കല്ലേക്കാട്. അപ്പൊ എന്റെ വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളും കൂടിയാണ്. ശ്രീഹരി ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് മത്സരിക്കുന്നത്? കേരള കലോത്സവത്തിൽ ആദ്യമായിട്ടാണ്. പിന്നെ 4 വർഷമായിട്ട് CBSE കലോത്സവത്തിൽ. എന്താ പെട്ടെന്നൊരു മാറ്റം സ്റ്റേറ്റിലോട്ട്? സ്റ്റേറ്റിലും കളിക്കാന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര പാഷനാണ് അപ്പൊ ഡാൻസിനോട്. അതെ. എത്ര വർഷമായി പഠിക്കണു? ഞാൻ 7 വർഷമായി പഠിക്കുന്നു. ആരാ ഗുരു? എന്റെ അച്ഛൻ തന്നെയാണ് ഗുരു. അച്ഛനാണ് ഗുരു. അപ്പൊ അച്ഛനും അമ്മയും ഗുരുക്കളാണ്. രണ്ടാളും ഡാൻസ്. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ വരെ എത്തിയത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സംശയമില്ലല്ലോ. ഇപ്പൊ ശ്രീഹരി +1 ആണ്. +1 ആണ്. അപ്പൊ ഇനി 1 വർഷം കൂടി ഉണ്ട് മത്സരിക്കാൻ. അപ്പൊ ശ്രീഹരിക്ക് എല്ലാവിധ ആശംസകളും ഉണ്ട്. അടുത്തൊരു ഐറ്റം കൂടി ഉണ്ടെന്നാണല്ലോ. കുച്ചിപ്പുടി 17-ാം തീയതി. രണ്ടും പഠിപ്പിച്ചത് അച്ഛനാണ്. അച്ഛന്റെ പേരെന്താണ്? ബാബുരാജ്. അച്ഛന് അക്കാദമി ഉണ്ടോ? ഡാൻസ് അക്കാദമി? ഭരതാഞ്ജലി നൃത്തകലാക്ഷേത്രം. ഓക്കെ. അപ്പൊ എന്താണ് അച്ഛനും അമ്മയും ഈ മേഖലയിൽ ഉള്ളത് കൊണ്ടാണോ ഡാൻസിനോടുള്ള ഇൻട്രസ്റ്റ്? അതോ അല്ല, എനിക്ക് അങ്ങനെ കണ്ട് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് കൂടി. അല്ല, കാരണം ആൺകുട്ടികൾ അങ്ങനെ പൊതുവെ ഇതിലേക്ക് വരാറില്ല. ഒരു പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അച്ഛനും അമ്മയും കലാകാരാണല്ലോ, അതുകൊണ്ട് തന്നെയായിരിക്കും. ഇത് ജസ്റ്റ് മത്സരങ്ങൾക്ക് വേണ്ടി മാത്രമാണോ അതോ കലാ ജീവിതം ഫുൾ കലയോട് പഠിപ്പിന്റെ ഒപ്പം കൊണ്ടുവരാം? അപ്പൊ എന്താണ് ഇനി പഠിക്കാൻ ആഗ്രഹം? എനിക്ക് ഇനി ഡിപ്ലോമ എടുക്കാനുള്ള ആഗ്രഹമുണ്ട് ഭരതനാട്യത്തിൽ. അതായത് പെർഫോമിംഗ് ആർട്സിൽ ഡിപ്ലോമ എടുക്കാൻ. അപ്പോ ശ്രീഹരിക്ക് എല്ലാവിധ ആശംസകളും. പറഞ്ഞതെല്ലാം നടക്കട്ടെ. വലിയൊരു ഡാൻസർ ആവട്ടെ. ഇനിയുള്ള കലോത്സവ വേദികളിൽ ജഡ്ജായി വരാൻ പറ്റട്ടെ എന്നൊക്കെ ഞങ്ങൾ ആശംസിക്കുകയാണ്. ആശംസകളും. ഓൾ ദ ബെസ്റ്റ്.